നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അതായത് ബ്രെഡ് പക്കാവട. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള അത്ര സ്പൈസി ഒന്നും അല്ലാത്ത ഒരു സ്നാക്കാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് പക്കാവട തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ബ്രെഡ് പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയുമാണ്. ഇത് ബ്രെഡ് ക്രംസ് ആണ്. അതായത് കറക്റ്റ് ഒരു 6 പീസ് ബ്രെഡ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് 1 കപ്പ് കടലമാവ്, ഇതൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഇത് ഒരു വലിയ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, ഇതൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പക്കാവട ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പക്കാവട തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഈ ഇത്രയും എടുത്തിരിക്കുന്ന ഐറ്റങ്ങളും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി സവോള ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വീതം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു കുഴച്ചെടുക്കുന്ന ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുക്കുമ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിങ്ങനെ ബോൾസ് കണക്കോ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാതെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് ഇങ്ങനെ അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് കുറച്ച് വീതം എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വീതം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഷേപ്പൊന്നും ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് എടുക്കത്തില്ലേ, അതുമാതിരി എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിച്ചാൽ മതി, ഒത്തിരി അങ്ങ് വെള്ളം കണക്കാവാതെ നോക്കിയാൽ മതി. നമുക്കിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഒരു പിടിയായിട്ട് ഇങ്ങനെ എടുക്കുന്നതിന് പറ്റണം, ആ രീതിയിൽ വേണം മാവ് കുഴയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇവിടെ തീ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 സൈഡും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടോ, നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൈഡെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഈ ഒരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം പെട്ടെന്ന് കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ
ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടങ്ങ് മാറ്റാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ പക്കാവടയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ ഇത്. ഞാൻ നേരത്തെ ആദ്യമേ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.